തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമാണ്. അതിടയ്ക്ക് വീഡിയോ ബ്രേക്കായി പോയതാണ്. ഓക്കെ, ഇത്രയുമായിരുന്നു. രണ്ട് ഡേറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതാനായിരുന്നു. അപ്പോൾ രണ്ട് ഡേറ്റുകൾ D1 D2 പാസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ആദ്യമേ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന അതിൻ്റെ ഇയറുകളാണ്. ഇയർ D1 ആണ് ചെറുതെങ്കിൽ അപ്പോഴേ നമുക്ക് പറയാം D1 ആണ് ചെറുതെന്നുള്ളത്. ഇനി D2 ആണ് ചെറുതെങ്കിൽ അപ്പോഴേ പറയാം അതാണ് ചെറുതെന്നുള്ളത്. 1 ഉം 0 അപ്പോഴേ റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഫംഗ്ഷൻ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, ഇനി ഇത് രണ്ടും അല്ല, രണ്ട് ഇയറും സെയിം ആണെങ്കിൽ എൽസിൽ വരും. രണ്ട് ഇയറും സെയിം ആണെങ്കിൽ പിന്നെ മന്തിൽ സെയിം കമ്പാരിസൺ മന്തിൽ ചെക്ക് ചെയ്ത് നോക്കുക. D1 മന്താണ് ചെറുതെങ്കിൽ അത് 1 റിട്ടേൺ ചെയ്യും. D2 മന്താണ് ചെറുതെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ഇൻ കേസ് ഇയറും മന്തും സെയിം ആണെങ്കിൽ അതിൻ്റെ എൽസിൽ വരും. പിന്നെ ഡേറ്റുകൾ നമുക്ക് കമ്പയർ ചെയ്യാം. ഡേറ്റ് ചെറുതാണെങ്കിൽ D1 ഡേറ്റ് ആണ് ചെറുതെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. D2 ഡേറ്റ് ആണ് ചെറുതെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇനി ഇത് രണ്ടുമല്ല, ഡേറ്റും സെയിം ആണെങ്കിൽ 1 ഓ 0 എന്തെങ്കിലും റിട്ടേൺ ചെയ്തേക്കുക. കാരണം ക്വസ്റ്റിനകത്ത് അതിനെപ്പറ്റി സ്പെസിഫൈ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് രണ്ട് ഡേറ്റും സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചുകൂടാത്തതാണ്. എന്തുകൊണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടോണ്ട് മാത്രം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഓൾറെഡി പറഞ്ഞു. ദെൻ ഡിഫൈൻ എ സ്ട്രക്ചർ ദാറ്റ് ഡിസ്ക്രൈബ് അടുത്ത ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹോട്ടലിൻ്റെ നെയിം, അഡ്രസ്സ്, ഗ്രേഡ്, ആവറേജ് റൂം ചാർജ് ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇതിനെ സോർട്ട് ചെയ്യണം. എന്തിൻ്റെ ബേസിൽ? ആവറേജ് റൂം ചാർജിൻ്റെ പേരിൽ സോർട്ട് ചെയ്യണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ദെൻ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് എ ഫംഗ്ഷൻ ടു പ്രിന്റ് ഔട്ട് ഹോട്ടൽസ് വിത്ത് ആവറേജ് റൂം ചാർജ് ലെസ് ദാൻ എ സ്പെസിഫിക് വാല്യൂ. അത് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 5 മാർക്കിന് ഒന്നുമില്ല ക്വസ്റ്റ്യൻ ഇത്, എങ്കിലും കുഴപ്പമില്ല. ഇതിൽ എന്ത് കൊടുക്കുക? നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ കൊടുക്കുക. ഒരു ഇഫ് ആവറേജ് റൂം ചാർജ് ഗ്രേറ്റർ ദാൻ 3 ആണല്ലോ, ലെസ് ദാൻ 3 ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടീഷൻ കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു കോഡ്. ഇതെല്ലാം ബേസിക്കലി ഈ കോഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. സ്ട്രക്ചറിന്റെ സോർട്ടിങ് അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് ആണ് ഇതെല്ലാം. ഓക്കെ, ദെൻ ഇനി ലാസ്റ്റ് മൊഡ്യൂളിലേക്കാണ്. ലാസ്റ്റ് മൊഡ്യൂൾ റൈറ്റ് എ C program snippet to open a file in write mode and check the file open successfully. If it fail, print the error message and terminate the program. നമ്മളെല്ലാ ഫയലിൻ്റെയും സ്നിപ്പറ്റ് ഓപ്പൺ എ ഫയൽ ഇൻ റൈറ്റ് മോഡ്. ഓക്കെ, നമ്മൾ റീഡ് മോഡിലാണ് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത്. റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മൾ എറർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അവർ പറഞ്ഞേക്കുന്ന റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എറർ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ സെയിം റീഡ് മോഡിൽ ചെയ്ത സെയിം കോഡ് നമ്മൾ ഒന്നുകൂടെ എഴുതുക. ഇഫ് FP ഈക്വൽ ടു നള്ളാണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ഫയൽ ഓപ്പൺ എന്നുള്ള മെസ്സേജ് കൊടുക്കുക. ഓക്കെ, നമുക്ക് എൽസ് എന്ത് കൊടുക്കുക? ഫയൽ ഓപ്പൺഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കോഡാണ്. നമ്മൾ സാധാരണ റൈറ്റ് മോഡിൽ എറർ ചെക്ക് ചെയ്യുന്നത് അതേപോലെ റൈറ്റ് മോഡിൽ ചെയ്ത് കാണിക്കുക, വേറെ ഒന്നുമില്ല. ഓക്കെ, ദെൻ 2 person want to access a file sample.txt. First person want to read the data from the file and second person want to read and write data. Okay, file simultaneously. Can you help them to do by writing the corresponding programming codes? ഒന്നുമില്ല, ഫസ്റ്റ് പേഴ്സൺ റീഡ് മോഡിൽ മാത്രം ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ആൾക്ക് റീഡും റൈറ്റും പെർഫോം ചെയ്യണം. റീഡും റൈറ്റും പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് മോഡ് ഓപ്പൺ ചെയ്യുക? R+ മോഡിൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ ഓപ്പൺ ചെയ്യുന്നു, റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും കാണിക്കുക, ക്ലോസ് ചെയ്യുക. സെക്കൻഡ് പേഴ്സൺ R+ മോഡിൽ ഓപ്പൺ ചെയ്യുക, റീഡോ റൈറ്റോ പെർഫോം ചെയ്യുന്നു, ദെൻ ക്ലോസ് ചെയ്യുന്നു. ജസ്റ്റ് ഓവർവ്യൂ മാത്രം മതി പ്രോഗ്രാമിൻ്റെ, അല്ലാതെ റീഡും റൈറ്റും കോഡൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ റൈറ്റ് എ പ്രോഗ്രാം. അത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ എന്ത് ഉപയോഗിച്ചെന്ന് മാത്രം, പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പോയിന്റർ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, 4 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. 4 മാർക്കിനൊന്നുമല്ല, ഇതും ഒരു മിനിമം ഒരു 8 മാർക്കിനെങ്കിലും ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.